അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നോമ്പിൻ്റെ ലക്ഷ്യം തഖ്വയാണ്. ആ തഖ്വയെക്കുറിച്ച് നമുക്ക് പരാമർശിക്കാം എന്ന് നാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആനിലെ 2-ാം ചാപ്റ്റർ സൂറത്തുൽ ബഖറ വേഴ്സ് നമ്പർ 183 183-ാം വാക്യത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്കും നിങ്ങളുടെ മുൻഗാമികൾക്കും നോമ്പ് നിർബന്ധമാക്കിയത് അതിൻ്റെ ലക്ഷ്യം ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ഹൃദയഭക്തിയുള്ളവരാകാൻ വേണ്ടിയാണ്, തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. മുസ്ലിങ്ങൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിലും കർമ്മശാസ്ത്രത്തിലും നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംജ്ഞയാണ് തഖ്വ എന്ന് പറയുന്നത്. അതിൻ്റെ ആശയം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. വാക്കർത്ഥത്തേക്കാൾ ഉപരി അതൊരാശയമാണ്. ഹൃദയഭക്തി, ദൈവഭക്തി, ഭയഭക്തി എന്നൊക്കെ അതിനെ ഭാഷാന്തരം നടത്താം. പക്ഷേ അതിൻ്റെ ഡെഫനിഷൻ തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി. പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: അള്ളാഹു ചെയ്യാൻ കൽപ്പിച്ചത് മുഴുവനും പ്രവർത്തിക്കുകയും ചെയ്യരുത് എന്ന് വിലക്കിയ എല്ലാം മാറ്റി നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ ഭാഗമാണ് ചിലത് ചെയ്യണമെന്നത്, ചിലത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഡു ഓർ ഡോണ്ട്, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. സാമൂഹിക ജീവിതത്തിലും ബസ്സിൽ കയറിയാൽ കയ്യും തലയും പുറത്തിടരുത് എന്നത് ഒരു നിരോധനമാണ്. ചില സ്ഥലങ്ങളിൽ വൃത്തികേടാകുന്നത് കൊണ്ട് ഇവിടെ തുപ്പരുത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും തുപ്പരുത് എന്നല്ല, ഇവിടെ തുപ്പാൻ പാടില്ല, നിയന്ത്രണമാണ്. വീട്ടിൻ്റെ അകത്ത് ചെയ്യുന്നത്, ഒരു റൂമിൻ്റെ അകത്ത് ചെയ്യാൻ അനുവദിക്കപ്പെട്ടത് ഒരുപക്ഷെ വീടിൻ്റെ പുറത്ത്, അതല്ലെങ്കിൽ പരസ്യമായി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ചെയ്യാൻ പാടുള്ളതല്ല. സ്ഥലവും സന്ദർഭവും വ്യക്തികളെയും ആസ്പദിച്ച് നിയന്ത്രണങ്ങൾ വ്യത്യസ്തമാണ്, വ്യത്യസ്തപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നന്മ എന്തൊക്കെയാണ്, പറ്റാത്തത് എന്തൊക്കെയാണ് എന്ന് കൃത്യമായി അറിയുന്ന അലീമും ഖബീറുമായ അല്ലാഹു ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് കഴിക്കാം, ഇന്നത് കഴിക്കാൻ പാടില്ല, ചിക്കൻ കഴിക്കാം, അതേ സമയത്ത് പന്നി മാംസം കഴിക്കാൻ പാടില്ല, ചായ കുടിക്കാം, വെള്ളം കുടിക്കാം, പക്ഷേ ഹംറ്, ലിക്വർ അടിക്കാൻ പാടില്ല. അതുകൊണ്ട് ബ്രെയിന് തകരാറ് വരും, രോഗങ്ങളുണ്ടാകും, കരളിനെ ബാധിക്കും, കരൾ രോഗങ്ങളും അറ്റാക്കും ഉണ്ടാകും. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ സുന്ദരമായ നിലനിൽപ്പിനെ ബാധിക്കുന്ന ദ്രാവകങ്ങളെയും ഭക്ഷ്യവസ്തുക്കളെയും പ്രവർത്തനങ്ങളെയും സംഭവങ്ങളെയും എല്ലാം ജീവിതത്തിൽ ചിലത് നിരോധിച്ചിട്ടുണ്ട്. ആ നിരോധിച്ചത് മുഴുവനും ഒഴിഞ്ഞു നിൽക്കുകയും അനുവദിച്ചത് അനുഭവിക്കുകയും ചെയ്യുക എന്നതാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിർവഹിക്കുമ്പോൾ ആര് കാണുന്നു, ആര് കാണുന്നില്ല, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് വിഷയമേ അല്ല. ഞാൻ ചെയ്യുന്നത് അത് അല്ലാഹു ചെയ്യാൻ പറഞ്ഞതുകൊണ്ടാണ്. അതിന് എനിക്ക് റബ്ബിൻ്റെ പ്രീതിയും സംതൃപ്തിയും ലഭിക്കും, പ്രതിഫലം സ്വായത്തമാക്കാൻ കഴിയും. ഞാനിത് ചെയ്യാതിരിക്കുന്നത് എൻ്റെ യജമാനനായ അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഈ ചിന്തയോടുകൂടെയാണോ ഒരു പ്രവൃത്തി നാം ഒഴിവാക്കുന്നത്, ഒരു വേണ്ടാത്ത വൃത്തിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് എങ്കിൽ അവൻ്റെ ഹൃദയത്തിലുള്ളതാണ് തഖ്വ എന്ന് പറയുന്നത്. തഖ്വയുടെ മർമ്മസ്ഥാനം അത് മനുഷ്യ ഹൃദയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, അത്തഖ്വ ഹാഹുന. വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിൽ തഖ്വയെക്കുറിച്ചുള്ള പഠനം നൽകുന്ന ഘട്ടത്തിൽ അത്തഖ്വ ഹാഹുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചൂണ്ടുവിരൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെയാണ് തഖ്വയുടെ ഇടം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഉയർക്കൊള്ളേണ്ടതാണ്. അതാരെങ്കിലും കാണുകയോ ആർക്കെങ്കിലും സ്കാൻ ചെയ്യാൻ പറ്റുന്നതോ വിലയിരുത്താൻ പറ്റുന്നതോ അല്ല.
കേവല പ്രവർത്തനങ്ങൾ കൊണ്ട്, ഉപരിപ്ലവമായ കാഴ്ച കൊണ്ട് നമുക്ക് ഇന്ന ആൾ മുത്തഖിയാണ്, ഇന്ന ആൾ മുത്തഖിയല്ല എന്ന് വിലയിരുത്താൻ സാധ്യമല്ല എന്ന് ചുരുക്കം. തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ, എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം, ആധാരം തഖ്വയാണ് എന്ന് അഗ്രേസരരായ പണ്ഡിതർ, സൂഫി വര്യൻ മഹാനായ ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം, ആധാരം തഖ്വയാണ്. സ്വന്തം ശരീര ആഗ്രഹങ്ങളെ വെടിയലാണ്, ശരീരം ആഗ്രഹിക്കുന്ന ഇച്ഛിക്കുന്നതിനെ മുഴുവനും വെടിയലാണ് വിജയത്തിൻ്റെ ആധാരമെന്നും മഹാനവകൾ സൂചിപ്പിക്കും. തഖ്വ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, തിന്മകളിൽ നിന്നും മാറി നിൽക്കുന്ന കാര്യം. ഒന്നുകൂടെ വിശദീകരിക്കുകയാണെങ്കിൽ, ഒരാൾ നിസ്കരിക്കുന്നത് നാട്ടുകാർ കാണാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അവൻ നിസ്കരിക്കാത്തവനാണ് എന്ന പേരുദോഷം ഒഴിവാകാനാണ് എങ്കിൽ അവൻ തഖ്വയോടുകൂടെയല്ല നിസ്കരിക്കുന്നത്. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ കൃത്രിമത്വം നടത്താതിരിക്കുന്നത് നാട്ടിൽ ദുഷ്പേര് വരാതിരിക്കാനാണ്, അല്ലെങ്കിൽ അവൻ നല്ല രൂപത്തിൽ സാമ്പത്തിക ശുദ്ധിയുള്ള ആളാണ് എന്ന് ആളുകൾ പറയാനാണ് എങ്കിൽ അതിനവനിക്ക് പ്രതിഫലം ലഭിക്കില്ല. കാരണം തഖ്വയോടുകൂടെയല്ല ആ തെറ്റിൽ നിന്ന് അയാൾ മാറി നിൽക്കുന്നത്. എന്ത് നന്മ ചെയ്യുമ്പോഴും അള്ളാഹുവാണ് അതിനെ മാർക്കിടുന്നത് എന്ന ചിന്തയായിരിക്കണം തഖ്വയുള്ള ആളുടെ മനസ്സിലുണ്ടാവേണ്ടത്. പാതിരാവിൽ ഇസ്ലാമിക ഭരണം നടത്തുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനക്ഷേമം അന്വേഷിച്ചുകൊണ്ട് മദീനയുടെ പരിസരങ്ങളിലൂടെ, വീടിൻ്റെ മുൻഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പാതിരാവിൽ ഒരു ഉമ്മയും മകളും തമ്മിലുള്ള സംഭാഷണം കേൾക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സംസാരം ഒന്ന് ശ്രദ്ധിച്ചു. ഉമ്മ പറയുന്നു മകളോട്, ഇന്ന് മകളെ, പാല് സ്വല്പമല്ലേ നമുക്ക് ലഭിച്ചുള്ളൂ, എല്ലാവർക്കും കൊടുക്കാനുള്ള അളവില്ലല്ലോ, കുറച്ച് നമുക്ക് വെള്ളം ചേർക്കാമല്ലേ? തിരിച്ചുള്ള മറുപടി ശ്രദ്ധിക്കുകയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തലവനായ, ലോകനീതിമാനായി അറിയപ്പെടുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ കൊച്ചുമകളുടെ മറുപടി ഉമ്മയോട്, ഉമ്മ പറ്റില്ല, അതൊരു മോശം ഏർപ്പാടാണ്. പാലിൽ വെള്ളം ചേർത്ത് യഥാർത്ഥ പാലിന് പകരം കളങ്കം ചാർത്തിയിട്ട് കൊടുക്കുന്നത് അത് പാടില്ലാത്ത കാര്യമല്ലേ? ഈ മകൾ ഭയക്കുന്നത് ഉമറിൻ്റെ ഭരണത്തെയാണ്. ഈ തെറ്റ് ഉമർ അറിഞ്ഞാൽ ശിക്ഷിക്കപ്പെടും എന്ന് ഭയന്നിട്ടാണ് എന്ന് കരുതിയ ഉമ്മ വീണ്ടും പറയുന്നു, മോളെ, ഈ പാതിരാവിൽ നമ്മുടെ ഈ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് ഉമർ അറിയുന്നത്? ഉമർ കിടന്നുറങ്ങുകയായിരിക്കില്ലേ? പാതിരാവിൽ ആരും അറിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ മകൾ പറയുന്നുണ്ട്, ഞാൻ ഭയപ്പെടുന്നത് ഉറങ്ങുന്ന ഉമറിനെയല്ല, ഉറങ്ങുന്ന ഉമറിൻ്റെ രക്ഷിതാവായ ഉറങ്ങാത്ത അള്ളാഹുവിനെയാണ്. നാം ഭയപ്പെടേണ്ടത് ഉറങ്ങുന്ന ഉമറിനെയല്ല, ഉറങ്ങാത്ത എന്നെന്നും ഉണർന്നിരിക്കുന്ന അള്ളാഹുവിനെ നാം ഭയപ്പെടേണ്ടതില്ലേ എന്ന ചോദ്യം. അതാണ് ആ പെൺകുട്ടിയുടെ ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് തഖ്വ. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ കുട്ടിയുടെ നന്മ പരിഗണിച്ച് തഖ്വയുടെ മൂർച്ച മാനദണ്ഡമാക്കി തൻ്റെ മകന് ഈ പെണ്ണിനെയാണ് ഭാര്യയായി സെലക്ട് ചെയ്യുന്നത്. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ എല്ലാറ്റിൻ്റെയും ലക്ഷ്യം അള്ളാഹു ആവുക എന്നതാണ് തഖ്വ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് മാത്രം കാണാനും വിലയിരുത്താനും കഴിയുന്ന ഒരു ആരാധനയാണ് നോമ്പ്. ആ നോമ്പിൻ്റെ പ്രതിഫലം ഞാൻ തന്നെ നൽകുമെന്ന് അള്ളാഹു പറയുന്നതിൻ്റെ പൊരുളും അത് തന്നെയാണ്. നമ്മളെല്ലാ ആഴ്ചയും നിർബന്ധമായ വെള്ളിയാഴ്ചയിലെ ജുമഅയിൽ കേൾക്കുന്ന വാക്യമാണ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാത്തി. അത് നിർബന്ധമാണ്. ജുമഅ സ്വഹീഹാവാൻ, ജുമഅ സുബദ്ധമാവാൻ തഖ്വ കൊണ്ടുള്ള വസിയത്ത് നിർബന്ധമാണ്. അതാണ് എന്തുകൊണ്ടാണ് ആഴ്ചയിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, എന്തു പ്രവർത്തനം ചെയ്യുമ്പോഴും റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ചിന്ത, ആ ചിന്ത മുഅ്മിനിൻ്റെ, വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കണം എന്ന താല്പര്യമാണ് ഓരോ ആഴ്ചയും ഗൗരവപൂർവമുള്ള
ഖുതുബയിൽ വെള്ളിയാഴ്ച ജുമഅയിൽ ഈ ഉത്ബോധനം നിർബന്ധമായി കൽപ്പിക്കുവാനുണ്ടായ കാരണം, നന്മകൾ വർദ്ധിപ്പിക്കും തഖ്വയുടെ പ്രതിഫലനം എന്നോണം. നല്ലത് ചിന്തിക്കാൻ കഴിയും. ഏറ്റവും നല്ലത് അള്ളാഹുവിന് സമ്മാനിക്കാനുള്ള ചിന്തയാണ് തഖ്വയിൽ നിന്ന് ഉടലെടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രാത്രിയിൽ മദീന പള്ളിയിൽ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഏകദേശം എല്ലാവരും വീടണഞ്ഞിട്ടുണ്ട്. മുത്തുനബിയും അല്പം ചില കൂട്ടുകാരും സ്വഹാബികളും മാത്രം ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട്, ഒരപരിചിതൻ പ്രയാസമറിയിക്കുന്നു, കുറേ ദിവസങ്ങളായി നബിയെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട്, എനിക്കൊരു നല്ല ഭക്ഷണവും പാനീയവും തരുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തൻ്റെ വീടുകളിലേക്ക് പറഞ്ഞേക്കും. ഭാര്യമാരുടെ അടുക്കലേക്ക് ആളെ അയച്ചു, അവിടെ വല്ല ഭക്ഷണവും ബാക്കിയുണ്ടോ? എല്ലാ വീടുകളിൽ നിന്നും ഉത്തരം സെയിമാണ്, ഇവിടെ അല്പം വെള്ളമല്ലാതെ കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ലല്ലോ നബിയെ എന്ന വാർത്ത കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്ന മുത്തുനബി ആ സങ്കടവുമായാണ് തിരിച്ചു വരുന്നത് മദീന പള്ളിയിലേക്ക്. ശേഷിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട സ്വഹാബാക്കളോട്, ശിഷ്യരോട് ചോദിക്കുന്നു, അല്ല, നിങ്ങളിൽ ആർക്കെങ്കിലും ചെറിയ മട്ടത്തിലാണെങ്കിലും ഈ പാവപ്പെട്ട മനുഷ്യനെ, കുറേ ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാത്ത ഇദ്ദേഹത്തെ ഒന്ന് ഭക്ഷിപ്പിക്കാനാവുമോ? ധൈര്യപൂർവ്വം ഒരു സ്വഹാബി മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ സൽക്കരിക്കാം. കൂട്ടി വീട്ടിലേക്ക് പോകുന്നു. ഭാര്യയോട് ചോദിക്കുന്നു, വല്ലതുമുണ്ടോ ഇവിടെ? എല്ലാം അവിടെ സേവ് ചെയ്ത് എല്ലാം ഉണ്ട് എന്ന ഉറപ്പോടുകൂടെ അല്ല ഈ നന്മക്ക് മുതിരുന്നത്. ഭാര്യ പരിഭവം പറയുന്നു, ഒന്നുമില്ലല്ലോ ഇവിടെ, ഒരതിഥിയെ കൊണ്ടുവരാൻ മാത്രം നമ്മുടെ അടുക്കൽ ഒന്നും ഭക്ഷണം ബാലൻസ് ഇല്ലല്ലോ. മക്കൾക്ക് കൊടുക്കാനുള്ള, ഇന്ന് രാത്രി അവരെ ഭക്ഷിപ്പിക്കാനുള്ള അല്പം ഭക്ഷണവും വെള്ളവും മാത്രമേ ഉള്ളൂ. ഈ സ്വഹാബി പറഞ്ഞു, എങ്കിൽ ഇത് മുത്തുനബിയുടെ അതിഥിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ആതിഥ്യം ആഗ്രഹിച്ചു വന്നൊരു കൂട്ടുകാരനാണ്. ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ ആ ചാൻസ് നമുക്ക് ലഭിച്ചതാണ്, മിസ്സാക്കരുത്. നമ്മുടെ കുട്ടികളെ തൽക്കാലം എന്തെങ്കിലും പറഞ്ഞുറക്കാം, എന്നിട്ട് ആ അതിഥിയെ നമുക്ക് സൽക്കരിക്കണം. വെള്ളവും ഉള്ളതും നൽകിയതുപോലെയാക്കി ആ കുട്ടികളെ ഉറക്കി. എന്നിട്ട് അവർ രണ്ടുപേരും ഈ അതിഥിയുമായി ഭക്ഷിക്കാനിരുന്നു. നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് വെളിച്ചം, ലൈറ്റ് അണച്ചു കളഞ്ഞു. ഉള്ള ഭക്ഷണം എത്രയാണെന്ന് കാണാതിരിക്കാനും, ഭക്ഷണം കഴിക്കാതെ ഈ വീട്ടുകാർ അതിഥിയെ ഭക്ഷിപ്പിക്കുന്നത് ഈ ഗസ്റ്റിന് മനസ്സിലാവാതിരിക്കാനും അങ്ങനെ ലൈറ്റ് അണച്ച് അതിഥി മാത്രം ഭക്ഷണം കഴിച്ചു. ഇവർ തൽക്കാലം പട്ടിണി കിടന്നു. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഭക്ഷണം. പിറ്റന്നാൾ സുബഹിയുടെ നേരത്ത് ഈ സ്വഹാബി മദീന പള്ളിയിലേക്ക് എത്തുമ്പോഴേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിച്ച് നിൽക്കുന്നുണ്ട്. ഓടി വന്ന് കൂട്ടി അണച്ചുകൊണ്ട് സ്വഹാബിയോട് പറയുന്നു, ഓ പ്രിയപ്പെട്ട കൂട്ടുകാരാ, അള്ളാഹു പോലും അത്ഭുതപ്പെട്ടുപോയി നിങ്ങളുടെ ഈ സൽക്കാരം, അള്ളാഹു പോലും അത്ഭുതപ്പെട്ടുപോയി നിങ്ങളുടെ ഈ ആതിഥ്യം. നിങ്ങൾ വല്ലാതെ സൽക്കരിച്ചു കളഞ്ഞല്ലോ, അള്ളാഹു നിങ്ങളെ സ്വർഗം കൊണ്ട് വിരുന്നൂട്ടിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിപ്പിച്ചു. നന്മകളിൽ മുന്നേറുക എന്നുള്ളതാണ്. ഇതാരും കാണാൻ വേണ്ടിയോ, ക്രെഡിറ്റ് എവിടെയെങ്കിലും ലഭിക്കാനോ? അന്ന് ഫേസ്ബുക്കും സ്റ്റാറ്റസും ഇല്ലാത്തത് കൊണ്ട് സ്റ്റാറ്റസിലൂടെ, ഫേസ്ബുക്കിലൂടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻസ്റ്റയിലൂടെ തൻ്റെ ഈ പ്രവർത്തനം നാലാൾ അറിഞ്ഞ് തനിക്ക് ലൈക്ക് കിട്ടാനായിരുന്നില്ല. ആരും കാണാതെ ഉടയ തമ്പുരാൻ മാത്രം അറിയുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടായിട്ടും, കൃത്യമായി അറിഞ്ഞിട്ടും, താൻ വിശപ്പ് സഹിച്ചിട്ടും മറ്റുള്ളൊരാൾക്ക് നന്മ നൽകാനുള്ള ഉയർന്ന ചിന്ത, അതുതന്നെയാണ് തഖ്വ. അതുതന്നെയാണ് തഖ്വ. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം എന്ന് ശ്രീനാരായണ ഗുരു ഓർമ്മപ്പെടുത്തിയത് ഈ ഒരു നന്മ വിചാരത്തെയാണ്, ഈ ഒരു വികാരത്തെയാണ്. നോമ്പ് നമ്മിൽ അങ്കുരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഗുണം ഈ തഖ്വയാണ്. അള്ളാഹു നമ്മയൊക്കെ തഖ്വയുള്ള മുത്തഖീങ്ങളായി നോമ്പിൻ്റെ സമ്പൂർണ്ണ ഗുണം ഉൾക്കൊള്ളുന്നവരാക്കി മാറ്റിത്തരട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവർക്കും വിശുദ്ധ റമളാനിൻ്റെ സന്തോഷങ്ങൾ ഒന്നുകൂടെ നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.